അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുരാതന കാലഘട്ടത്തിലെ അറബി കവികൾ ഏതൊരാളെ, ഒരു രാജാവിനെയോ മറ്റോ വർണ്ണിക്കാൻ വേണ്ടി കവിത രചിക്കുമ്പോൾ കവിതയുടെ തുടക്കത്തിൽ ഏതെങ്കിലും ഒരു പ്രണയിക്കുന്ന കാമുകിയെ വർണ്ണിച്ചുകൊണ്ട്, ഒരു ലൈലയെയോ സൽമയെയോ വർണ്ണിച്ച് തൻ്റെ പ്രേമഭാജനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കി തൻ്റെ പ്രണയിതാവിനെ വർണ്ണിച്ചുകൊണ്ടാണ് അവരുടെ കവിത ആരംഭിക്കുന്നത്. അങ്ങനെ താഴോട്ട് പറഞ്ഞിട്ടാണ് അവർ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതേ ശൈലിയാണ് ഇമാം ബൂസീരി റഹിമഹുല്ലയും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രേമം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിലും ഒരു പ്രാണപ്രേയസിയെ പ്രണയിക്കുന്ന അതിൻ്റെ എല്ലാ ഓർമ്മകളും തൻ്റെ പ്രണയിതാവിനോടുള്ള എല്ലാ ഓർമ്മകളും ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇമാം ബൂസീരി ആരംഭിക്കുന്നത്. ആദ്യം തന്നെ തൻ്റെ ആത്മാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ആരെയാണ് പ്രണയിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ആത്മാവ് മറുപടി പറയുന്നില്ല. വീണ്ടും ചോദിക്കുന്നു, നിന്റെ കണ്ണുകൾക്ക് എന്ത് സംഭവിച്ചു? ഇൻ കുൽത, നീ പറഞ്ഞാൽ നിങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞാലും അമത്ത ആ കണ്ണുകൾ പിന്നെയും സജലങ്ങളായി കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കും. വമാലി ഖൽബിക, നിന്റെ ഹൃദയത്തിന് എന്ത് സംഭവിച്ചു? ഇൻ കുൽതസ്തഫിഖ്, ഹൃദയമേ നീ സമാധാനിക്കൂ എന്ന് നിന്റെ ഹൃദയത്തിനോട് പറഞ്ഞാലും ഹൃദയം എന്നെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം? ആരോടാണ് എൻ്റെ പ്രേമം എന്നാണ് ആത്മാവിനോട് ചോദിക്കുന്നത്. പക്ഷേ ആത്മാവ് മറുപടി പറയുന്നു. സാധാരണ കാമുകന്മാരും കാമുകിമാരും അവരുടെ പ്രണയം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പം മറുപടി പറയാറില്ല, നിഷേധിക്കാനാണ് അവർ ശ്രമിക്കുക. പക്ഷേ ഇമാം ബൂസീരി റഹിമഹുല്ല വിടുന്നില്ല. നിരക്കാത്ത കണ്ണുനീരും പരിഭ്രമിക്കുന്ന ഹൃദയവും അനുരാഗത്തിൻ്റെ വ്യക്തമായ തെളിവുകൾ ഉണ്ടാകുമ്പോൾ നിനക്കെങ്ങനെ നിന്റെ അനുരാഗം നിഷേധിക്കാൻ കഴിയുക? ബൂസീരി ഇമാം ചോദിക്കുകയാണ്, പാടാവുന്നതാണെങ്കിലും ഒരു ഭയഭക്തിയുള്ള രീതി എന്ന നിലയ്ക്ക്